പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വലമ്മാ ജാ മൂസാ ലിമീഖാത്തിനാ വകല്ലമഹു റബ്ബഹു. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കി കാണട്ടെ. അവൻ പറഞ്ഞു, നീ എന്നെ കാണുകയില്ല, എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ, അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിന് രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിശ്ചയ സമയത്ത് 40 ദിവസമൊക്കെ പൂർത്തീകരിച്ചപ്പോൾ മൂസാ നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി എത്തി. അള്ളാഹുവിൻ്റെ ഫലകം, മൂസാ നബിക്ക് ചില ഫലകങ്ങൾ നൽകുവാനും ചില നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മൂസാ നബിക്ക് അള്ളാഹുവിനെ കാണണമെന്നൊരു ആശ വന്നു. അപ്പം അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹത്തോട് അശരീര രൂപത്തിൽ സംസാരിച്ചു. എല്ലാ പ്രവാചകന്മാരോടും അശരീര രൂപത്തിലാണ് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത്, നേരിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ മൂസാ നബിക്ക് തോന്നി, ഒന്ന് കാണണം എന്ന് തോന്നി. എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നെ എനിക്ക് കാണാൻ കഴിയില്ല, നീ കാണാൻ നിർബന്ധമാണെങ്കിൽ ആ മലമേലേക്ക് നോക്കൂ. അങ്ങനെ അള്ളാഹുവിൻ്റെ ചൈതന്യം ആ മലയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തായി, മല പൊട്ടിച്ചിതറിപ്പോയി. കാരണം മലയൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. നമ്മളൊരു തുണി കൊണ്ടൊരു പന്തൽ വലിച്ചു കെട്ടിയിട്ട് കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ടാണ് കിട്ടുന്നത്, പക്ഷെ നമുക്ക് അതിന് മുകളിൽ കീഴിരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം അതിന് മാത്രം ഉറപ്പില്ല. അതിനൊരു ലക്ഷ്യങ്ങളുണ്ട്. ആ മലയ്ക്കുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? ഭൂമിയുടെ ആണിക്കല്ലായി നിൽക്കുക, അതുപോലെ വെള്ളം സംഭരിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചില ധർമ്മങ്ങളൊക്കെയാണ് ആ മലയ്ക്കുള്ളത്. ഭൂമിക്ക് ഭംഗി കൊടുക്കുക. പക്ഷെ അള്ളാഹുവിൻ്റെ ചൈതന്യം അതിൽ സ്പർശിക്കാൻ മാത്രമുള്ള ശക്തി അതിനില്ല. അതുകൊണ്ട് അത് പൊട്ടിച്ചിതറിപ്പോയി. ഈ അമാനത്തെ ഏറ്റെടുക്കാൻ പല ജീവജാലങ്ങൾക്കും പ്രയാസമാണ്. അവർക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണ്. ഈ പ്രാതിനിധ്യം, ദൈവിക പ്രാതിനിധ്യം എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി പല സൃഷ്ടികളോടും അള്ളാഹു ആവശ്യപ്പെട്ടപ്പോൾ അവരെല്ലാം പിൻവാങ്ങി. ഞങ്ങളതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. നിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് പിന്നെ പ്രാതിനിധ്യം, ഭൂമിയുടെ പ്രാതിനിധ്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞവർ അവരെന്ത് പിൻവാങ്ങി. മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. കാരണം മനുഷ്യനൊരു അക്രമിയും പോക്കിരിയുമാണ് എന്നാണ് പറഞ്ഞത്. എന്തും ഏറ്റെടുക്കാനുള്ള ഒരു കഴിവല്ല, എന്തും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. വരും വരായികൾ നോക്കാതെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് മനുഷ്യൻ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം അത്രക്കും ശക്തിയുള്ളതാണ് ദൈവിക ചൈതന്യം. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ അല്പം ഭാഗം അതിലേക്ക് വെളിപ്പെട്ടപ്പോഴേക്കും ആ മല പൊട്ടിച്ചിതറിപ്പോയി. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞത്, ഞാൻ അതിനെ പൊട്ടിച്ച് ചിതറിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ മലയെ ചിതറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. മലയ്ക്ക് അള്ളാഹുവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പൊട്ടിച്ചിതറുന്നതും അള്ളാഹു ചിതറിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെ. കാരണം അള്ളാഹു ഉദ്ദേശിക്കാതെ ആവില്ലല്ലോ. അള്ളാഹു ആ രൂപത്തിലാണ് ആ മലയെ സൃഷ്ടിച്ചത്. അപ്പം അള്ളാഹുവിൻ്റെ ചൈതന്യം അതിലേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടിച്ചിതറിപ്പോയി. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചത് തന്നെയാണ് അതും, മനസ്സിലായി. അപ്പം അള്ളാഹു അതിനെ ഭസ്മമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞതും തെറ്റൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, മനസ്സിലായി. എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ, അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴി നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കിയിട്ടില്ലേ. അപ്പം മൂസ അത് കണ്ടപ്പോൾ മൂസാ നബി ബോധരഹിതനായി വീണു. കാരണം ഒരു വലിയൊരു മല ഒറ്റയടിക്ക് പൊട്ടിച്ചിതറി പോവുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കണ്ടപ്പോൾ ബോധരഹിതനായി വീണുപോയി. ഇപ്പം നമ്മൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ
പല ഡിക്റ്റനേറ്ററിനൊക്കെ വെച്ച് പൊട്ടിക്കുന്നതൊക്കെ കാണും. പക്ഷെ അന്ന് അതൊന്നും അങ്ങനെ കണ്ട ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമാവുകയും മൂസാ നബി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ ആ ചൈതന്യം ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമാണ്. മനസ്സിലായി. അള്ളാഹു വെച്ചാൽ രാജാതിരാജനാണ്. അവൻ്റെ ശക്തി ലോകം മുഴുവൻ ചൂർന്ന് കിടക്കണം. ആകാശത്തിലും അനാകാശത്തും അവിടെയും ഒക്കെ അള്ളാഹുവിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ അത്രയ്ക്കും ശക്തമായ വ്യക്തി ഒരു പർവ്വതത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണ്. അല്ലേ, സൂര്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എന്തായിരിക്കും സ്ഥിതി? നമ്മളെല്ലാം കത്തിച്ചാമ്പലായി പോകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് സൂര്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി മാത്രമാണ്. അപ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? പർവ്വതങ്ങൾ പടർന്ന് പൊട്ടിച്ച് തെറിയും ഇത് കണ്ട് മൂസാ നബി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് ബോധം വന്നപ്പോൾ മൂസാ നബി പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ എന്നിലേക്ക് ഗതിച്ച് മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനുമാകുന്നു. അപ്പോൾ വിശ്വാസികൾ ഒന്നാമനായിരിക്കുമെന്ന് മൂസാ നബി പറഞ്ഞു. ഇത് ഇബ്രാഹിം നബിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവ്വലൽ മുസ്ലിമീൻ എന്ന് ഇബ്രാഹിം നബിയും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ സൂറത്തുൽ വജ്ഹിൽ ചെല്ലുന്നത് അങ്ങനെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ അത് ശക്തി വിശേഷണം ഉൾക്കൊള്ളാൻ മാത്രമുള്ള ശേഷിയ പർവ്വതത്തിനില്ല ഒന്നാമതായിട്ട്. കാരണം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ല. 99 ഗുണങ്ങൾ ഉണ്ടവനാണ്. എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, ആഹരിപ്പിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വസ്ത്രം നൽകുന്നവനാണ് അല്ലേ. 99 ഗുണങ്ങളുണ്ട്. അതൊന്നും ഒരു പർവ്വതത്തിന് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ശിക്ഷിക്കാനും പർവ്വതത്തിന് കഴിയില്ല. പിന്നെയും അത് ഏറെക്കൂടെ കുറേയൊക്കെ കഴിയുക ആർക്കാണ്? മനുഷ്യർക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതും ഏറെ കാലങ്ങളെടുത്തിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന് കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ കഴിയും ഒരു മനുഷ്യനെ. ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ. പക്ഷെ അള്ളാഹു വന്നിട്ട് എന്ത് ചെയ്തു? വർഷങ്ങളോളം യുഗങ്ങളോളം എടുത്തിട്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. ആദ്യം മലക്കളോട് പല ഭാഗങ്ങളിൽ നിന്നും മണ്ണുകൾ ശേഖരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് മക്കയുടെ പ്രദേശത്തുള്ള മണ്ണാണ് ആദ്യമായിട്ട് ഈ മണ്ണ് കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള മണ്ണുകളെ പിടിച്ചു വാങ്ങിയിട്ട് എടുക്കുകയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മണ്ണിനെ ഒരു രൂപമാക്കിയിട്ട് കാലങ്ങളോളം അവിടെ വെച്ച് കുറേ കാലം വെയിലും മഴയൊക്കെ കൊണ്ടു. അതങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ മനുഷ്യൻ ക്ഷമയുള്ളവനാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതൊന്നും ഇത്രയും കാലം അവിടെ വെച്ചതൊന്നും ശപിക്കപ്പെട്ട ബേസിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് അള്ളാഹു ഉദവി നൽകില്ലല്ലോ. അള്ളാഹുവിന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഞാൻ ഇവരെ പങ്കാളിയാക്കിയിട്ടില്ല, വൈകേടിലാക്കുന്നവരെ ഞാൻ പങ്കാളിയാക്കുന്നവനല്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പം ശപിക്കപ്പെട്ട ബേസ് ആ വഴിക്കെല്ലാം പോകുമ്പോഴൊന്നും ഈ മണ്ണിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചത് അവൻ കണ്ടിട്ടില്ല. അവസാനം അള്ളാഹു ജീവൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അവന് ഈ മനുഷ്യനെ കാണുകയും അങ്ങനെ ലഭ്യനാവുകയും മാറുകയൊക്കെ ചെയ്തു. അവന് ആദനബിൻ്റെ മൂക്കിലൂടെ കേറാൻ നോക്കിയപ്പോൾ ആദനബി തുമ്മുകയും അങ്ങനെ എത്രയോ കാതം അകലെ പോയി വീഴുകയും ഇത് കണ്ട് മലക്കുകൾ പൊട്ടിച്ചിരിക്കുകയും അങ്ങനെ അവന് വളരെ നാണം കെട്ടുപോവുകയൊക്കെ ചെയ്തു ശപിക്കപ്പെട്ട ഇബ്ലീസ്. പിന്നെ അവന് ഗുഹ്യസ്ഥാനത്ത് കൂടിയാണ് കയറിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഹ്യസ്ഥാനത്ത് കയറി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ കൂടെയൊക്കെ സഞ്ചരിച്ചു. അതിന് രക്തമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലെങ്കിലും ആ രക്തക്കുഴലുകളൊക്കെ ഉണ്ടാവും, അത് സഞ്ചരിച്ചു. ഹൃദയത്തിലേക്ക് മാത്രം അവന് കയറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ്റെ കൂട്ടാളികളോട് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് കൂട്ടാളികളൊക്കെ ഉണ്ടായിരുന്നു, സഹായികളായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ചില മാലാകന്മാരും അവൻ്റെ സഹായികളായിട്ടുണ്ടായിരുന്നു. ഹാറൂത്തും മാറൂത്തും എന്നുള്ള മാലാകയും ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ വാക്കുകൾ കേട്ട് ഇബ്ലീസിൻ്റെ ഒരു കൂട്ടാളിയായിട്ട് മാറിയിരുന്നു തോന്നുന്നു. അല്ലാഹു ആലം. അവരോടൊക്കെ പറഞ്ഞു, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, ഇതെന്ത് മണ്ണിൻ്റെ കൂട് മുട്ടിയാൽ മുഴങ്ങുന്ന. ആ സമയത്ത് അവന് ഈ മനുഷ്യ ശരീരത്തിൽ മുട്ടി നോക്കിയപ്പോൾ പൊള്ളയായിട്ട് ഇങ്ങനെ മുഴങ്ങി. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഉള്ളിൽ കയറിയിട്ട് അവന് പലരും ചോദിച്ചപ്പോൾ അതിൻ്റെ എക്കോ ആയിട്ട് വന്നു. കാരണം ഒരു കൂടാണല്ലോ, മണ്ണിൻ്റെ ഒരു കൂടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എക്കോ ആയിട്ട് വന്നു. നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് പുതിയൊരു വീട്ടുണ്ടാക്കിയിട്ട് നമ്മൾ
സാധനങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മളതിന് സംസാരിച്ച് നോക്കിയാൽ ഒക്കെ ആയിട്ട് വരും. കാരണം സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ചുമരുമ്പോൾ തട്ടി ശബ്ദം പ്രതിധ്വനിക്കും. അതുപോലെ മണ്ണിൻ്റെ ഒരു വലിയ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവന് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അതൊക്കെ എക്കോ ആയിട്ട് വരികയും അങ്ങനെ അവന് കോപിഷ്ഠനാവുകയും ചെയ്തു. എടാ പോടാ പട്ടി എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും പോടാ പട്ടി എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും അവനൊരു ശത്രുവായിട്ട് മാറി. പിന്നെ പൊതുവേ മണ്ണിനോട് ഈ ഇബ്ലീസിന് വിദ്വേഷമാണ്. കാരണം തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ ഇബ്ലീസിനെ. അപ്പം എന്ത് വലിയ തീ കെടുത്താൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? മണ്ണാണ് ഉപയോഗിക്കാം. ചിലപ്പോൾ വെള്ളം ഉപയോഗിച്ചാൽ എന്തെങ്കിലും തീ കെടില്ല. അപ്പോൾ നമ്മൾ എന്താക്കും? കുറേ മണ്ണ് ഇട്ടിട്ടാണ് തീ കെടുത്തുക. ഇപ്പോഴും ഫയർഫോഴ്സുകളൊക്കെ പിന്നെ കണക്കിലധികം തീ വന്നു കഴിഞ്ഞാൽ അവർ മണ്ണ് ഉപയോഗിച്ച് കെടുത്താൻ നോക്കും. അപ്പം ഈ തീയാകുന്ന ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു മണ്ണ്. പൊതുവെ ഇബ്ലീസിന് മണ്ണിന് വിദ്വേഷമായിരുന്നു. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനോടും അവന് വിദ്വേഷമായിരുന്നു. ശപിക്കപ്പെട്ടവന് മണ്ണിനെ ചവിട്ടിട്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. നമ്മുടെ റിപ്പബ്ലിക് പരേഡിലൊക്കെ ഈ പട്ടാളക്കാരിങ്ങനെ മണ്ണിൽ അമർത്തി ചവിട്ടുന്നുണ്ടല്ലോ, അതുപോലെ അമർത്തി ചവിട്ടിട്ടായിരുന്നു വിദ്വേഷം അതിലൂടെ പ്രകടിപ്പിക്കും. അതുതന്നെയാണ് നായ്ക്കളും മണ്ണിനെങ്ങനെ കാലുകൊണ്ടിങ്ങനെ മാന്തും. അതുകൊണ്ടാണ് നായ്ക്കളെ ഒരു മോശം ജീവിയായിട്ട് അള്ളാഹു കണക്കാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിനെ അമർത്തിച്ച് ഈ പട്ടാളക്കാരൊക്കെ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ സാത്താനിസമാണ്. ബ്രിട്ടീഷുകാരുടെ തന്നെ സാത്താനിസമാണ്. ആ വിചാരം കൊണ്ടാണ് ലോകം കീഴ്പ്പെടുത്തിയത്. അപ്പം സാത്താനിസമാണ് മണ്ണിനെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ശരിക്കും നല്ല വ്യക്തികൾ നടക്കുമ്പോൾ ഭൂമി അറിയില്ല. പ്രവാചകൻ നടക്കുമ്പോൾ ഭൂമി അറിയാത്ത രൂപത്തിലായിരുന്നു അത് നടന്നിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ മനുഷ്യനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഈ അള്ളാഹു മുൻകൈ എടുത്തുകൊണ്ട് ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ എന്തായിരിക്കണം? അള്ളാഹു തന്നെ ആയിരിക്കും ഈ മനുഷ്യനിലൂടെ അള്ളാഹുവിന് വെളിപ്പെട്ടു വരാനുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇത്രയും മുൻകൈ എടുത്തുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുകയും ആദരിച്ചിട്ടുണ്ട്. ഞാൻ സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം അതിൽ പിന്നിലൊരു മഹത്തായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അള്ളാഹു തന്നെ കുടികൊള്ളാനുള്ളൊരു സ്ഥലമാണ് മനുഷ്യൻ. ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയം ഒരു ദേവാലയം. അപ്പോൾ അതുപോലെ ഈ അള്ളാഹു എന്നുള്ള ചൈതന്യത്തിന് കുടികൊള്ളാനുള്ള സ്ഥലമാണ് മനുഷ്യൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ, ആത്മാവ് ഇതൊക്കെ. അപ്പം ആ മനുഷ്യന് മാത്രമേ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ പ്രതിഫലിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അക്കാലത്തുള്ള മനുഷ്യർക്കോ അത് മാത്രമായിട്ടില്ല. പക്ഷെ അള്ളാഹു എല്ലാം കാണുന്നവനാണ്, ലോകത്ത് നടക്കുന്നതെല്ലാം കാണുന്ന. പക്ഷെ അതിന് മാത്രം ഇവിടെ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. പക്ഷെ അക്കാലത്ത് മൂസാ നബിക്ക് അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ നമുക്കിവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എല്ലാ ഭാഗത്തേക്കും ആ സന്ദേശം എത്തും. ഇപ്പോൾ മറ്റു ഭാഷകളിലുള്ള ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് ആ ഭാഷകളെ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഹിന്ദിയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നമുക്കത് മലയാളത്തിലേക്കായിട്ട് തർജ്ജമയായിട്ട് അതിനടിയിൽ ഇങ്ങനെ എഴുതും. കുറച്ച് കഴിഞ്ഞാൽ ശബ്ദരൂപത്തിലും വരും. ഒരാൾ ഹിന്ദിയിലാണ് പ്രസംഗിക്കുന്നത് വെച്ചാൽ നമുക്കത് മലയാളത്തിൽ കേൾക്കാൻ രൂപത്തിലുള്ള ശാസ്ത്രം പുരോഗമിക്കും. അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഈ 99 ഗുണങ്ങളും യഥാവിധി പ്രവർത്തിച്ചാൽ മാത്രമേ അള്ളാഹു എന്നുള്ള ശക്തിക്കൂടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ മലയ്ക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ മുഴുവൻ ഗുണങ്ങളും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മല അവിടെ പൊട്ടിച്ചിതറിപ്പോയത്. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ചൈതന്യം പ്രകടിപ്പിക്കാൻ കഴിയുന്ന അഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ തമ്പുരാനെ. ആമീൻ. അള്ളാഹു നീ നമുക്ക് ഇതിൻ്റെ 99 ഗുണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരെയും ആഹരിപ്പിക്കുന്നവന്, കരുണ കാണിക്കുന്നവനാവുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നവനാവുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സമീപസ്ഥരോടും കാണിക്കുവാനും ഇതിൻ്റെ ജീവിക്കുന്ന പതിപ്പായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ജീവിക്കുന്ന പതിപ്പായിക്കൊണ്ട് ഓരോ വിശ്വാസികൾക്കും മാറാനും തൗഫീഖ് നൽകണം തമ്പുരാനെ. ആമീൻ.